ഗുഡ് മോർണിംഗ് ടു ആൾ. മീഡിയ ടീമിനോടൊപ്പം രണ്ടുപേരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അഗത്തി ദ്വീപിൽ നിന്നുള്ള സബീർ മുളയം. അറിയാത്തവരാരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അഗത്തിക്കാർക്ക്. പ്രിയങ്കരനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തും. ഇത് മുഹമ്മദ് ഷാബിർ. ഞാൻ അഗത്തി ടീം ക്യാപ്റ്റനാണ്. ഈ വർഷത്തെ +2 സ്റ്റുഡൻ്റ് ആണ്. പേര് ഷാബിർ. ഷാബിർ. ഓക്കെ, ടീം ക്യാപ്റ്റൻ കൂടി ചേർന്നു ഷാബിർ. അപ്പോൾ സബീർ, എന്ത് തോന്നുന്നു കിൽത്തനിലുള്ള ഈ LSE കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ജസ്റ്റ് അതിമനോഹരം, വാക്കുകൾക്ക് അതീതമാണ്. ഒന്നാമത്തെ കാര്യം, കിട്ടിയ പൈസക്കുള്ള ഫെസിലിറ്റേഷൻ അവർ ഒരുക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ നമ്മുടെ വോളിബോൾ കോർട്ട്, അതായത് തൊട്ടടുത്തുള്ള ബീച്ചിൽ നടത്തേണ്ട ഇവന്റ് നമ്മൾ കൊണ്ടുവന്ന് ഈ ടൂർണമെന്റ് മാത്രമായിട്ട് ബീച്ച് വോളിബോൾ കൺമുമ്പിൽ വോളിബോൾ കോർട്ടിനൊപ്പം നിർത്തിയിരിക്കുന്ന അത് അതിമനോഹരമാണ്. ഈ മേളയുടെ ഏറ്റവും ഭംഗി ഞാൻ പറയുന്നു ഈ ബീച്ച് വോളിബോൾ കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ആദ്യം തൊട്ട് തന്നെ പറയണമെങ്കിൽ നറുക്കിട്ടപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ ടോസിംഗ് നടത്തി അതിഗംഭീരമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഏക LSG ഇത് മാത്രമാണ്. അത് 20 വർഷത്തെ ഈ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റിയ ആദ്യത്തേത്. വീണ്ടും നിങ്ങൾ ഇത് ആതിഥ്യമര്യാദയുടെ കാര്യത്തിൽ നിങ്ങളുടെ ആ പഴമയും ഇതുമെല്ലാം കൂട്ടി സംഭവിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് കൂടുതൽ സന്തോഷിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നു. പിന്നെ പരാതികളും പരിഭവവും ഇല്ലാത്ത ഏക LSG ആയിട്ട് ഇത് മാറുകയാണ്. അതൊരു മാതൃകാപരമായ ഒരു ഇത് തന്നെയാണ്. ഓക്കെ, താങ്ക്സ് സാർ. പിന്നെ ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെ ഒരു ജോലിയിലുള്ള ആളല്ല, എന്നിട്ട് ഈ കഴിഞ്ഞ 20 വർഷമായി LSE പോകുന്ന സ്ഥലത്തൊക്കെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും സ്വന്തം ചെലവിൽ റൂം എടുത്ത് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ശരിയാണോ അത്? അങ്ങനെ ഫുഡൊക്കെ ടീമിനൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അക്കോമഡേഷൻ ഒക്കെ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ പോവുകയാണ് അങ്ങോട്ട്. അപ്പൊ ഇത്ര ആവേശത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് LSG മാത്രമല്ല, LSGയിൽ നമ്മൾ നാട്ടിലെ കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കുകയാണ്. അതായത് എല്ലാവരും പക്ഷേ LSG ടീമിനൊപ്പം എനിക്ക് തോന്നുന്നു 3-4 വർഷമായിട്ടുള്ളൂ. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് എൻഡർ ഐലൻഡ്, സ്പോർട്സ് ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെയുള്ള പണ്ട് ഉള്ള ടൂർണമെന്റുകളൊക്കെ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ടീം ക്യാപ്റ്റനോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഇവിടെ കളി കണ്ടിരുന്നു. ഇന്നലെ അഗത്തി ടീമും കവരത്തിയും കളിച്ചു. കവരത്തിയല്ല, ആന്ധ്രവും തമ്മിൽ കളിച്ചു. വളരെ മനോഹരമായൊരു കളിയായിരുന്നു അത്. 2 ടീമും നന്നായി കളിച്ചു. പക്ഷെ അഗത്തിയും മിന്നിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അല്ലേ? എങ്ങനെയാ കോച്ച് ചെയ്ത്? ആരായിരുന്നു കോച്ച്? പറഞ്ഞാൽ നമ്മുടെ കവരത്തി റഫറി ഫാറൂഖ് സാറും സബീറായും പിന്നെ സനീബ് സാറ്, പിന്നെ ഹസൻ മാലിക് ഖാൻ സാർ, പിന്നെ കമാൽ സാർ. ഒന്നുകൂടി എടുത്തു പറയാനുണ്ടെങ്കിൽ റഷീദ് സാറ്. പിന്നെ ഒന്നുകൂടി ഏറ്റവും കൂടുതൽ ഇത് ഫാറൂഖ് സാറായിരുന്നു. അസോസിയേഷൻ കുറച്ചുകൂടിയാണ്. ഫുട്ബോൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കളിയിൽ കാണാനുണ്ടായിരുന്നു. ശരി, ഫുട്ബോളിന്റെ കളി കാണാൻ. പിന്നെ വോളിബോളും ഇൻഷാല്ലാ കിട്ടുമെന്ന പ്രതീക്ഷ. 2 വോളിബോളും കിട്ടുമെന്ന പക്ഷെ നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് കാട്ടാമ്പള്ളിയും പിന്നെ നാട്ടിലെ ജംഹർ ഓക്കെ. അപ്പോൾ അണ്ടർ 19-ലെയും അണ്ടർ 17-ലെയും വോളിബോൾ നല്ല പ്രതീക്ഷയാണ്. ഫുട്ബോൾ അതുപോലെ അണ്ടർ 19 ആവുന്നത് 17 നല്ല ടീം തന്നെയാണ്. അപ്പോൾ നല്ലൊരു കളി നമുക്ക് ഏതായാലും തീർച്ചയായിട്ടും കാഴ്ചവെക്കാൻ പറ്റും. മുഖർജി പോയ ടീം കൂടിയാണ് അല്ലേ? ഓക്കെ, ഇനി സബീർ സാറിലേക്ക് തിരിച്ചു വരുന്നു. സാറേ, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇന്റർ JB ഉണ്ടല്ലോ, അതിപ്പോൾ ഇല്ല. ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് കുട്ടികളെ സെലക്ട് ചെയ്യാനും അവർക്ക് ആ ടാലന്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും 100% ശരിയാണ്. ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്, ഷർഷാദ് സാറിൻ്റെ വായിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്, നമ്മുടെ LSGക്ക് ശേഷം ആ ഫയൽ പുട്ടപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സബീർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ച അതേ രീതിയിൽ തന്നെ മാഷാ അല്ലാ നമുക്ക് ഇന്റർ JB തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് അണ്ടർ 14 മുതൽ നമ്മൾ കുട്ടികളെ കയ്യിലോട്ട് ഗ്രൗണ്ടിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 8 കാറ്റഗറിയിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. 14 കാറ്റഗറി നമുക്ക് 17 കാറ്റഗറിയിൽ നാഷണൽസ് ടീമിലോട്ട് കുട്ടികളെ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ആ കുട്ടികൾ വീണ്ടും ഗ്രൗണ്ടിലോട്ട് എത്തിയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ഭാവിയിൽ ഒരു ഒളിമ്പ്യാഡ്, ഒരു 19 വയസ്സിനുള്ളിൽ ഒരു ഒളിമ്പിക്സ് ലെവലിലുള്ള കുട്ടികളെ നമുക്ക് മെസ്സിനെ പോലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഇന്റർ JBയിലൂടെ മാത്രം തന്നെ. മാഷാ അല്ലാ, ഇപ്പോൾ നമ്മൾ സായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അസോസിയേഷനുകളെല്ലാം അതിശക്തമായിട്ട് എല്ലാ ദ്വീപിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് ഭാവിയിൽ
നല്ല ഒരു ഭാസുരമായ ഭാവി അത്ലറ്റിക്സിലായിക്കോട്ടെ മറ്റ് ഇവന്റിലായിക്കോട്ടെ ഉണ്ടാവുമെന്ന്. ഓക്കെ, സബീറിന്റെ വാക്കുകൾക്ക് ഭയങ്കര ഒരു ത്രില്ലുണ്ട്. കാരണം എന്താ, ഒളിമ്പിക്സ് ലെവലിലാണ് ആ ഇത് പോകുന്നത്. തീർച്ചയായിട്ടും ലക്ഷദ്വീപിന്റെ കുട്ടികൾ ചിറക് വെച്ച് പറക്കട്ടെ, മുബസ്സിനെ പോലെ പറക്കട്ടെ. ലോകത്തിന്റെ നെറുകയിൽ ലക്ഷദ്വീപിന്റെ ടീം ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം. അപ്പോൾ ആ ടാലന്റ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫുൾ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ അത് സുഖകരമാക്കട്ടെ. ഇത്രയും നേരം പ്രതികരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.